നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ ആവശ്യപ്പെട്ട് UDF നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നതായി JRP നേതാവ് CK ജാനു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല. UDFന്റെ അന്തിമ പട്ടിക വന്നതിന് ശേഷം JRP യോഗം ചേർന്ന ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് CK ജാനു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. UDFിലെ അസോസിയേറ്റ് അംഗമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് CK ജാനുവാണ് ഒപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി CK ജാനു പ്രതികരിക്കുകയാണ്. ഇപ്പോൾ UDFിനോട് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ചർച്ചകൾ നടന്നോ? ഇപ്പോൾ അവസാന സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ വരാൻ പോവാണ്. നമ്മൾ ആദ്യമേ ഇങ്ങനെ അസോസിയേറ്റ് മെമ്പർ ആയ സ്ഥിതിക്ക് നമ്മൾക്കും സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് 2 സീറ്റാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്ന് വാലിശ്ശേരിയും ഒന്ന് മാനന്തവാടിയും. അപ്പോൾ അതിനുശേഷം ലെറ്റർ മുഖേനയൊക്കെ കാര്യങ്ങൾ അറിയിക്കാൻ പറഞ്ഞു. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അവരെ വേണ്ടപ്പെട്ട ആളുകൾ കാണണമെന്ന് പറഞ്ഞ് കണ്ടു സംസാരിച്ചു. അതിനുശേഷം ഉള്ളൊരു ഫോളോപ്പ് ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ സീറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന പാർട്ടിയിൽ നടന്നിട്ടുണ്ടോ? ഇല്ല, അത് ഇപ്പോൾ അവരുടെ ഒരു സീറ്റ് പ്രഖ്യാപനം എന്നുള്ള നിലയിൽ ഇതുവരെ നടന്നിട്ടില്ല. നടന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ JRP കൂടിയിട്ടുള്ള ഒരു ആലോചന എന്തായാലും നടത്തേണ്ടി വരും. പാർട്ടി യോഗം ചേർന്ന് വിശദമായൊരു ആലോചന പാർട്ടി യോഗം ചേർന്ന് പാർട്ടിയിലുള്ള മുഴുവൻ പ്രവർത്തകരെ ഒരുമിച്ചുകൊണ്ട് എല്ലാവരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കും. അതിപ്പോൾ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുമോ? ഏതെങ്കിലും രീതിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് മീറ്റിംഗ് കൂടി അങ്ങനത്തെ ഒരു ചർച്ച എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള ഒരു നിലപാട് മാത്രമേ. UDFിൽ നിന്ന് സീറ്റ് സംബന്ധിച്ച തുടർ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുമില്ല. UDFിൻ്റെ അന്തിമ പട്ടിക വന്നതിന് ശേഷം പാർട്ടി യോഗം ചേർന്ന ഭാവി പരിപാടികൾ തീരുമാനിക്കും എന്നാണ് CK ജാനു പറയുന്നത്. ജസ്റ്റിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.